നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവകഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്. യാക്കോബിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഇസ്രായേൽ എന്ന പേര് കൂടി. യാക്കോബിൻ്റെ മകനായ ജോസഫ് ഈജിപ്തിൽ ഫറവോൻ്റെ മന്ത്രിയായി ഭരണം നടത്തുകയാണ്. ജോസഫിന് പിതാവിനെ കാണാൻ അത്യധികം താല്പര്യമുണ്ടായിരുന്നു. പിതാവും ബാക്കി വീട്ടുകാരെല്ലാവരും കാനായിൽ നിന്ന് പോന്നു. ഈജിപ്തിൽ താമസിക്കണമെന്നായിരുന്നു ജോസഫിൻ്റെ ആഗ്രഹം. വിലപ്പെട്ട സമ്മാനങ്ങൾക്ക് പുറമെ യാക്കോബിനും കുടുംബത്തിനും ആ നീണ്ട യാത്രയ്ക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി വാഹനങ്ങളും ജോസഫ് ഏർപ്പാട് ചെയ്തു കൊടുത്തു. വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഈ വർത്തമാനം കേട്ടിട്ട് യാക്കോബിന് വലിയ സന്തോഷമുണ്ടായി. ജോസഫ് ജീവിച്ചിരിക്കുന്നു, അവൻ ഈജിപ്തിലെ ഭരണാധികാരിയായിരിക്കുന്നു. യാക്കോബ് ഉള്ളഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മകനെ കാണാൻ യാക്കോബിന് ആകാംക്ഷയായി. പക്ഷേ കുടുംബത്തെ മുഴുവൻ എങ്ങനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും? അദ്ദേഹത്തിന് ആശങ്കയായി. അങ്ങനെ മനസ്സുരുകിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ നിൻ്റെ പിതാവിൻ്റെ സർവശക്തനായ ദൈവമാകുന്നു, ഭയപ്പെടേണ്ട, നീ ഈജിപ്തിലേക്ക് പോകുക, നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ അവിടെ ഉത്ഭവിപ്പിക്കും. ആ സ്വരം യാക്കോബിനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ യാക്കോബിന് ആനന്ദമായി. താനും തൻ്റെ കുടുംബം മുഴുവനും, ആകെ അവർ 75 പേരുണ്ടായിരുന്നു. അവർ തെക്കോട്ട് നീങ്ങി ഈജിപ്തിലേക്ക്. ഈജിപ്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ജോസഫ് ചെന്ന് പ്രിയപ്പെട്ട പിതാവിനെ സ്വീകരിച്ചു. പിതാവിനും പുത്രനും ഒരുപോലെ ആനന്ദകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. യാക്കോബ് വയസ്സനായിരുന്നു. ജോസഫ് തൻ്റെ വിജയത്തിൻ്റെ ഉച്ചസ്ഥായിലും എത്തിയ അവസരം. യാക്കോബിനെയും കുടുംബത്തെയും ഫറവോൻ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു. ഈജിപ്തിൻ്റെ സമ്പന്നവും ഫലപുഷ്ടവുമായ ഗോശേൻ പ്രദേശം ഫറവോൻ രാജാവ് അവർക്കായി നൽകി. അവിടെ ഫറവോൻ രാജാക്കന്മാരുമായി യഹൂദന്മാർ സൗഹൃദത്തിലും സമാധാനത്തിലും അനേകം നൂറ്റാണ്ടുകാലം കഴിഞ്ഞുകൂടി. അവർ പ്രബലമായൊരു ജനതയായി തീർന്നു. എണ്ണത്തിലും അതുപോലെ തന്നെയായിരുന്നു. ആ ജനതയ്ക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക്, ഏക സത്യദൈവത്തെപ്പറ്റി ഭൂമിയിൽ തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള തൻ്റെ ജനതയ്ക്ക് ദൈവം രൂപം കൊടുക്കുകയാണ് ചെയ്തത്. യാക്കോബ് ഗോസേനിൽ 17 വർഷക്കാലം ജീവിച്ചു. ജോസഫിന് 2 മക്കളുണ്ടായിരുന്നു.